കേസിന്റെ വഴിക്ക് പോവല്ലേ. അപ്പോ അങ്ങനെ പോവാന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പൊ കേസ് ഡിസംബർ വരെ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന അവള് വീട് നവംബറിലാണ്. എനിക്ക് നവംബർ വരെ എന്റെ കൂടെ തന്നെ. അതിന് മുൻപ് അതിന് അന്ന് മുതൽ ഡിസംബർ വരെ എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. വീടിന്റെ ടീമിൽ ഞാൻ അവളും പടി അവള് വേറെ റൂമിൽ നിന്ന് വീട് ചെയ്യുന്നു, ഞാൻ അപ്പുറത്ത് നിൽക്കും. ഇപ്പൊ നമ്മുടെ മാരേജ് കഴിഞ്ഞിട്ട് 2 ഇയർ ആവുന്നു. ഇതുവരെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് റിക്വസ്റ്റ് ഉണ്ട്. ഇതുവരെ ഞാനൊരു ചെക്കന് മെസ്സേജ് അയച്ചിട്ടില്ല. ഈ റിഫ മെഹനു കേസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ ഇനി കൂടുതലായിട്ട് പറഞ്ഞ് അത് വെറുപ്പിക്കുന്നില്ല. ഈ മെഹനാസ് എന്ന് പറയുന്ന ഒരുത്തൻ്റെ റിയൽ ക്യാരക്ടർ എന്താണെന്ന് ഒട്ടുമിക്കപ്പെട്ട എല്ലാവർക്കും അത് മനസ്സിലായതാണ്. പക്ഷേ ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ടും എന്തിനാണ് ഇവൻ്റെയൊക്കെ പുറകെ ഓരോ പെൺകുട്ടികളൊക്കെ ഇറങ്ങി തിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഈ മെഹനാസ് പുതിയതായിട്ട് കല്യാണം കഴിച്ച പെൺകുട്ടിയുടെ പേര് സഫ എന്നായിരുന്നു. ഇപ്പം നിലവിൽ അറിയാൻ സാധിച്ചത് സഫ എന്ന് പറയുന്ന പെൺകുട്ടി ഇവൻ്റെ കൂടെ ഇല്ല. പുള്ളിക്കാരത്തി വേറൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോയിരിക്കുവാണ്. ഈ ഒളിച്ചോടി പോയവൻ ആരാണ്? ലല്ലു എന്ന് പറയുന്ന നമ്മുടെ ഫസ്മിന സക്കീറിൻ്റെ ഹസ്ബൻഡായിട്ടുള്ള വ്യക്തി. ശരിക്കും പറഞ്ഞാൽ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? ഇവറ്റകൾക്കൊന്നും ഒരു ബോധവും വിവരവും ഇല്ലേ? ഈ മെഹനാസിൻ്റെ ഒരു വിഷയത്തിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് വട്ടം പല ചാനലുകളിൽ ഈ മെഹനാസിനെ പറ്റി വന്നിട്ടുണ്ട്. ഈ പ്രധാനമായിട്ട് ഈ ഖാദർ കരിപ്പുഴയുടെ ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്കാരൻ വളരെ വ്യക്തമായിട്ട് ഇവൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് പറഞ്ഞു തരുന്നുണ്ട്. എന്തായാലും ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് സഫയുടെ ഒരു വോയിസ് പുള്ളിക്കാരൻ പുറത്ത് വിട്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആ വോയിസ് ഒന്ന് കേൾക്കാം. ഇപ്പം നമ്മുടെ മാരേജ് കഴിഞ്ഞിട്ട് 2 ഇയർ ആവുന്നു. ഇതുവരെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് റിക്വസ്റ്റ് ഉണ്ട്. ഇതുവരെ ഞാനൊരു ചെക്കന് മെസ്സേജ് അയച്ചിട്ടില്ല. പക്ഷെ മാനുല്ലേ എത്ര പേർക്ക് മെസ്സേജ് അയച്ചിട്ട് പറയും. ഞാൻ ഗർഭിണിയായിരിക്കും വരെ ഞാൻ ബാംഗ്ലൂർ പോയിട്ടുണ്ട്. മാനുൻ്റെ കുറേ കാര്യങ്ങൾ ഞാൻ ബുക്കിയിട്ട് അത്ര ഒന്നുമില്ലല്ലോ. ഈ അടുത്ത് വരെ ഒരു സംഭവം മെൻ്റലി ഞാൻ അത്ര തളർന്ന് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. കേട്ടല്ലോ, സഫ പറയുന്ന കാര്യമാണ്. കുറച്ച് നാളുകൾക്ക് മുന്നേ ഈ സഫ എന്ന് പറയുന്ന ഈ പെൺകുട്ടി ഇങ്ങനൊന്നും അല്ലായിരുന്നു ഈ മെഹനാസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ വീഡിയോ ഒക്കെ കാണിക്കാം. പക്ഷേ ഇനിയെങ്കിലും ഈ പെൺകുട്ടികൾക്ക് ഈ ബോധം എന്ന് പറയുന്നൊരു സാധനമാണ് വരേണ്ടത്. നീയൊക്കെ ഇറങ്ങിപ്പൊക്കോ, ആരെങ്കിലും കൂടെ പോയി ജീവിച്ചോ, പ്രശ്നമല്ല. പക്ഷേ പോകുന്ന വ്യക്തി നല്ലതാണോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. നിങ്ങളുടെയൊക്കെ ജീവിതമാണ് ഇവിടെ നശിച്ചുകൊണ്ടിരിക്കുന്നത്. റിഫയും ഇതുപോലെ തന്നെ ഒരുപാട് മാനസികമായിട്ടുള്ള പീഡനങ്ങളും ശാരീരികമായിട്ടുള്ള പീഡനങ്ങളും ഇവൻ്റെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങിയിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. അതിനകത്ത് യാതൊരുവിധ കള്ളത്തരവും ഇല്ല. ഇനി ഈ ലല്ലു എന്ന് പറയുന്ന അവൻ്റെ കൂടെ ഒളിച്ചോടി പോയെന്ന് പറയുന്നു. പക്ഷേ അതിന് ഇതുവരെയും വ്യക്തതയില്ല. പക്ഷേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ ലല്ലു എന്ന് പറയുന്ന ഈ ഒരു പയ്യൻ ഈ ഫസ്മിനയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു മാസത്തിന് മുന്നേ എൻ്റെ ഫോണിൽ വിളിച്ചിട്ട് ഇവൻ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഫസ്മിനെയും ഇവനും കൂടെ പ്ലാൻ ചെയ്തിട്ടാണ് ഇങ്ങനൊരു സംഭവം തുടങ്ങി. അതായത് ഫസ്മിനെ കണ്ടിന്യൂസ്ലി വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു ഈ ലല്ലുവിന് അഗേൻസ്റ്റ് ആയിട്ട്. അപ്പോൾ ഇത് ആക്ച്വലി പ്ലാൻ ചെയ്തൊരു പരിപാടിയാണെന്നാണ് അവൻ പറയുന്നത്. ഞാൻ അവൻ്റെ വോയിസ് ഇവിടെ വയ്ക്കാം. ഏകദേശം 2 മിനിറ്റ് വോയിസ് ഉണ്ട്. നിങ്ങൾ അതൊന്ന് കേട്ടിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം. വെച്ചിട്ടല്ല ഈ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന പറയുമ്പോൾ കുറെ എവിഡൻസ് ഒക്കെ അവളുടെ അടുത്ത് വെച്ചിട്ടില്ലായിരുന്നു അവളുടെ വീഡിയോക്കകത്ത്. അവർക്ക് മെസ്സേജ് അയച്ചു, ഇവർക്ക് മെസ്സേജ് അയച്ചെന്നൊക്കെ പറഞ്ഞു. എന്റെ പൊന്നു ബ്രോ, ഞാനൊരു കാര്യം പറയട്ടെ. ഇവളെന്നെ ഞാൻ ഇപ്പൊ ഞങ്ങൾ ലാസ്റ്റ് മീറ്റ് ചെയ്തപ്പോ ഞാൻ നല്ലപോലെ നന്നായിട്ട് മീറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ നീ വീഡിയോ ഇട്ടിട്ട് എനിക്ക് എന്റെ കൂടെ വന്നിരിക്കുകയാണോ, എന്ത് ഫുള്ള് സ്ക്രിപ്റ്റ് ആയിരുന്നോ എന്നൊക്കെ ഞാൻ വെറുതെ ചോദിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ചൊടിയിൽ ക്യാമറയോട് വെച്ചിട്ട് ചോദിച്ചു. അതിൽ അവളെന്നെ പറയുന്നുണ്ട് സ്ക്രിപ്റ്റ് ആയിരുന്നു എന്ന്. അവളെന്നെ പറഞ്ഞ വീഡിയോ എന്റെ അടുത്തുണ്ട്. അത് വേറെ കാര്യം. ആ സാധനം ഉണ്ട്, ഡേറ്റും. പിന്നെ നമ്മളതിൽ കാണല്ലോ നമ്മൾ എവിടെയാണ് അപ്പൊ ബാംഗ്ലൂർ ആയിരുന്നു ഉണ്ടായിരുന്നത് താമസിച്ച ഡേറ്റ്. പിന്നെ ബ്രോഡ് വീഡിയോയിൽ അവളിന് കമന്റ് ഇട്ടിക്കണേ എന്ത് ഞാന് ബ്രോക്ക് അറിയോ ഇത് എന്നെടുത്ത വീഡിയോ ആണ് എന്നൊക്കെ എന്തൊക്കെ ചോദിച്ചു കമന്റ് ഇട്ടിക്കണേ. അപ്പൊ ഞാനിത് കുറെ മുൻപ് മെസ്സേജ് അയക്കണം എന്ന് വിചാരിച്ചിരുന്നു. പിന്നെ ഞാനിപ്പോ കേസിന്റെ രൂപം ഞാൻ അന്ന് ഫോളോ ചെയ്തിട്ട് പിന്നെ മെസ്സേജ് അയക്കണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ പിന്നെ വേണ്ട, കേസിന്റെ വഴിക്ക് പോവല്ലേ. അപ്പോ അങ്ങനെ പോവാന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പൊ കേസ് ഡിസംബർ വരെ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന അവള് വീട് ഇടുന്ന നവംബറിലാണ്. എനിക്ക് അഗേൻസ്റ്റ് ആയിട്ട് വീട് ഇടുന്ന നവംബർ മുതൽ വീട് ഇടുന്ന മുതലേ ഡിസംബർ വരെ എന്റെ കൂടെ തന്നെ. അതിന് മുൻപ് അതിന് അന്ന് മുതൽ ഡിസംബർ വരെ എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. വീടിന്റെ ടീമിൽ ഞാൻ അവളും പടി അവള് വേറെ റൂമിൽ നിന്ന് വീട് ചെയ്യുന്നു, ഞാൻ അപ്പുറത്ത് നിൽക്കും. പിന്നെ ലൈവ് ഇടാൻ പറഞ്ഞത് അവള് പറഞ്ഞിട്ടാണ് ലൈവ് ഇടണേ. എന്ത് ഇത് ഡിലീറ്റ് ആക്കി എവിഡൻസ് ഇല്ലാതെ ഞാൻ ഇപ്പൊ ഈ പാതിരാത്രിക്ക് ബ്ലോക്ക് വിളിക്കേണ്ട കാര്യമില്ലല്ലോ, മനസ്സിലായ? പക്ഷെ ഇതിപ്പോ എനിക്ക് അഗേൻസ്റ്റ് ആയിട്ട് വരും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷെ ഇതിപ്പോ എനിക്കിപ്പോ ആകെ വീട്ടില് പോലും ആകെ ഒരുമാതിരി സിറ്റുവേഷൻ. കാരണം ഇവർക്ക് പ്രാങ്കാണ് പറയാ എന്ന് പറഞ്ഞിട്ടാണ് വീട് ചെയ്യണേ. പിന്നെ
അതേമാതിരി വേറെ ആൾക്ക് ഇപ്പൊ മറ്റേ എന്താ പറയുന്നേ കേട്ടല്ലേ, ഇത് ലല്ലുവിൻ്റെ വോയിസ് ആണ്. ഇതിനകത്ത് അവൻ പറയുന്നത് ഇവർ രണ്ടുപേരും പ്ലാൻ ചെയ്തതാണ്. ലല്ലുവിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഫസ്മിനെ വീഡിയോ ചെയ്യുമ്പം പോലും അവൻ തൊട്ടപ്പുറത്ത് റൂമിലുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇതിൽ ആര് പറയുന്നതാണ് സത്യം, ആര് പറയുന്നതാണ് കള്ളത്തരം എന്ന് എനിക്ക് അറിയാനായിട്ട് പറ്റുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഇവർ ഒരു മനുഷ്യരും ആളുകൾ അത്ര ശരിയല്ല, അത് വളരെ കൺഫേം ആണ്. അതുകൊണ്ട് ഞാനിവിടെ ഒരു മനുഷ്യരെ ന്യായീകരിക്കുന്നതുമില്ല, ആരെയും താങ്ങിക്കൊണ്ട് നടക്കുന്നതുമില്ല. പെൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടികൾക്കാണ് ശരിക്കും പറഞ്ഞാൽ ബോധം വേണ്ടത്, ഇങ്ങനെയുള്ള വിവരം കെട്ടവന്മാരുടെ കൂടെ ഇറങ്ങി തിരിക്കുന്നതിന് മുന്നേ. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ പറയുന്ന ടീമുകളെല്ലാം നല്ല രീതിയിൽ എക്സ്പോസ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും ഇനി കുറച്ച് നാളുകൾക്ക് മുന്നേ ഈ പറയുന്ന സഫ പറഞ്ഞേക്കുന്നൊരു കാര്യമുണ്ട് മാനാസിനെ പറ്റി. അത് കണ്ടപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വണ്ടർ അടിച്ചത്. നമുക്കതൊന്ന് കേൾക്കാം. എന്താക്കിട്ട് വേണം ഇത്ര ഇത്? കാരണം ഇപ്പൊ നിങ്ങളെല്ലാവരും വേണം പറഞ്ഞിട്ട് അവനെ കണ്ടാലറിയും ഫ്രോഡ് മറ്റത് മറിച്ചത്. നിങ്ങളില്ല വേണോട്ട് അടുത്തറിഞ്ഞാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം ഇതാവുന്നു. വേന ചൂടാവും എന്തെങ്കിലും മീൻസ് വേന ഇഷ്ടമില്ലാത്ത. മാനാസിനെ അടുത്തറിയാവുന്നവർക്കറിയാം അവൻ വളരെ അങ്ങ് പാവമാണ്, തങ്കപ്പെട്ടവനാണ് എന്ന്. ഇപ്പം അടുത്തറിഞ്ഞിട്ട് ഇപ്പം ആർക്കാ പണി കിട്ടിയിരിക്കുന്നത്? ഇറങ്ങി തിരിക്കുന്നതിന് മുന്നേ ഇതൊക്കെ ചിന്തിക്കണമായിരുന്നു. അതും പോട്ട് ഈ മാനാസ് എന്ന് പറയുന്നവൻ യാതൊരുവിധ ഉളുപ്പുമില്ലാതെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറീസ് ഇട്ടുകൊണ്ടിരിക്കുവാണ്. എന്നിട്ട് അവൻ പറയുന്നത് ഇതിൻ്റെ വരും എപ്പിസോഡുകൾ അവൻ്റെ യൂട്യൂബ് ചാനലിനകത്ത് വരുമെന്നാണ് പറയുന്നത്. എടാ, സ്വന്തം ഭാര്യ ഒളിച്ചോടി പോയെന്നും പറഞ്ഞിട്ട് അത് വന്ന് നീ യൂട്യൂബിൽ പറയുന്ന ഒരു ഗതികേട് എന്താണെന്ന് നീ ഒന്ന് ചിന്തിക്കുക. നിനക്കൊന്നും യാതൊരു ബോധവുമില്ലേ? ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നിനക്കൊക്കെ പബ്ലിക്കിനെ അറിയിച്ചിട്ട് എന്ത് ആനന്ദമാണ് കിട്ടേണ്ടത്? ഇവൻ്റെയൊക്കെ പേരിൽ കംപ്ലൈൻറ്റ് കൊടുത്ത് ഇവനെയൊക്കെ പിടിച്ച് അകത്തിടണം. സമൂഹത്തിന് തന്നെ ഇവനൊക്കെ സത്യം പറഞ്ഞാൽ നാണക്കേടാണ് ഇങ്ങനെയുള്ള പരമനാറികൾ. ദേഷ്യപ്പെടും, അത് എല്ലാ ഹസ്ബൻഡും അങ്ങനെ തന്നെ. ഇഷ്ടമില്ലാത്ത കാണിച്ചാൽ അവർ ചൂടാവും. പക്ഷെ എൻ്റെ ഒരു ഇതിൽ വന്നിട്ട് വേണം എനിക്ക് എന്ത് ഇഷ്ടമുണ്ടോ അതെല്ലാം വാങ്ങിച്ചേ. എനിക്കപ്പോൾ നല്ല വിഷമമുള്ളതുണ്ട്. കാരണം ഇങ്ങനെ കമൻസ് അയക്കുമ്പോഴും ഇതാക്കുമ്പോഴൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ആലോചിക്കലുണ്ട് പഠിച്ചവൻ എന്താക്കിയിട്ട് മേനത്തിന് അനുഭവിക്കുന്നത് ഉള്ളത് എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുള്ളതുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് മിസ്റ്റേക്കാണ്. ഇനി വന്നിരുന്ന കരഞ്ഞിട്ടും നിലവിളിച്ചിട്ടും എന്തെല്ലാം തെളിവുകൾ അവൻ എഗെയിൻസ്റ്റ് ആയിട്ട് പുറത്തു വിട്ടിട്ടും ഒരു പ്രയോജനവും ഇല്ല. കാര്യം ഇതൊക്കെ ആദ്യമേ ചിന്തിക്കണമായിരുന്നു. എല്ലാവരും സാമാന്യ ബോധമുള്ളവരാരെങ്കിലും ഇവൻ്റെ ഒക്കെ കൂടെ ഇറങ്ങി പോവുമോ? അതാദ്യം പറ. ഇനിയിപ്പം ഇറങ്ങി പോയതായിക്കോട്ടെ, ലല്ലു എന്ന് പറയുന്ന ഒരുത്തിൻ്റെ കൂടെ പോയെന്ന് പറയുന്നത് അതിനകത്ത് ഇതുവരെ നമുക്ക് ആർക്കും എൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടില്ല. പക്ഷേ എന്നാൽ പോലും ഈ ലല്ലുവും ആളത്ര റെഡി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ലല്ലു അന്ന് പറഞ്ഞ എന്തോ ഇപ്പം കാണിക്കുന്ന എന്തുവാ? ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് എന്തുവാടേ ഇത്? ശരിക്കും പറഞ്ഞാൽ ഈ പെൺകുട്ടികൾക്കൊക്കെ എന്ത് പറ്റിയെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്തായാലും ബാക്കിയോടെ കേൾക്കാം. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് നമ്മുടെ പാർട്ട്ണർ നമ്മുടെ കണ്ണിൽ കാണൂല്ലേ, അപ്പൊ നമുക്കത് മനസ്സിലാവുള്ളൂ അവരെന്തോരം വിഷമിക്കുന്നുണ്ട്. എനിക്ക് വേറെ ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള സാധനം എന്ന് പറയാനില്ലേ, അതിപ്പോ ആ ഷോപ്പിലില്ലെങ്കിൽ എത്ര രാത്രി ആയാലും അത് അന്വേഷിക്കാൻ വേണ്ടിട്ട് എന്നെ കൂട്ടി പോകും. അപ്പൊ രാത്രി എനിക്ക് ഇങ്ങനെ ഐസ്ക്രീമില്ല ഇഷ്ടം. അപ്പൊ രാത്രി ഇപ്പൊ ഐസ്ക്രീം ചിലപ്പോ 1 മണിയൊക്കെ ആകുമ്പോ 12 മണിയൊക്കെ ആകുമ്പോ ചിലപ്പോ ഷോപ്പ് അടിച്ചിട്ട് എന്നാലും എവിടെയെങ്കിലൊക്കെ തപ്പി പിടിച്ചിട്ട് ആ ഷോപ്പ് കണ്ടുപിടിക്കും. എന്നിട്ട് എനിക്കത് വാങ്ങിച്ചു തരും. ഭയങ്കര രീതിയിൽ വന്നിരുന്ന് വർണ്ണിക്കുന്ന വീഡിയോസാണ് ഇതൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ കർമ്മ എന്ന് പറയുന്ന ഒരു സാധനമാണ് ഇവർക്കൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു പെൺകുട്ടിയുടെ ശാപമാണ് ആ മരിച്ചുപോയ ഒരു പെൺകുട്ടി. ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ട്രെൻഡായിട്ട് മാറിയിരിക്കുവാണ്. പ്രത്യേകിച്ച് ഈ ഒരു ഏജിലുള്ള പിള്ളേർ ചെന്ന് വീഴുന്നത് കുഴിയാണെന്ന് മനസ്സിലാക്കിയിട്ടും പിന്നെയും ചെന്ന് കയറി കൊടുക്കുവാണ്. ഇവിടെ നിങ്ങളെ ശരിക്കും നിങ്ങളുടെ ഫാമിലിയാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. നിങ്ങളേക്ക് ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയ നിങ്ങളുടെ ഉമ്മയും വാപ്പയും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. അവരെന്തുമാത്രം നിങ്ങളെ കിടന്ന് കഷ്ടപ്പെട്ടും എങ്ങനെയൊക്കെ പൈസ ഒപ്പിച്ചും ഒക്കെ ആയിരിക്കും നിങ്ങളൊക്കെ ഈ ഒരു നിലയിൽ വരെ വളർത്തിക്കൊണ്ടു വന്നത്. എന്നിട്ട് ഇങ്ങനെയൊക്കെയുള്ള തെമ്മാടിത്തരങ്ങളൊക്കെ കാണിക്കുമെന്ന് പറഞ്ഞുണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ നമ്മൾ കുറ്റം പറയാൻ നിന്ന് കഴിഞ്ഞാൽ എല്ലാവരെയും നമ്മൾക്ക് കുറ്റം പറയേണ്ടി വരും. ഈ മനാസിനെ മാത്രം ചീത്ത വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. അറിഞ്ഞു വെച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികളെ നമ്മൾ തെറി വിളിക്കേണ്ടിയിരിക്കുന്നു. ഇനി ഈ ലല്ലു എന്ന് പറയുന്നവനെ പറ്റിയിട്ട് ഈ ഫസ്മിനായിട്ടൊരു വീഡിയോ ഞാനിവിടെ സൈഡിൽ കാണിക്കാം. പല സ്ത്രീകളായിട്ട് കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ, കല്യാണം കഴിക്കാത്ത സ്ത്രീകൾ, കൊച്ചുകുട്ടികൾ, ഇവരെല്ലാവരുമായിട്ടും ഈ നാറിക്ക് പല ടൈപ്പിലുള്ള ബന്ധമുണ്ട്. ആ ബന്ധം ഞാൻ പിടിച്ചുകൊണ്ടാണ് നമ്മൾ വേർപിരിഞ്ഞത് എന്ന് നീ മനസ്സിലാക്കണം. കേട്ടോടാ നാറി, വൃത്തിയായിട്ട ചെറ്റേ എന്ന്. അപ്പോൾ സെബിലിൻ്റെ ഫോണിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സെബിലിൻ്റെ ഫോണിൽ ഇഷ്ടംപോലെ വേറെ പെമ്പിള്ളേരായിട്ടുള്ള സെക്ഷൽ വീഡിയോസ് ഉണ്ടായിരുന്നു. ആൻഡ് ആ ഫോണ് എന്തോ ഭാഗ്യത്തിന് പോയോണ്ട് ഇനി അത് കിട്ടത്തില്ല. ഇപ്പോൾ ഉണ്ടോ, ഇപ്പോൾ ഉപയോഗിക്കുന്ന ഫോണിലുണ്ടോ? ഇവൻ ശരിക്കും പറഞ്ഞാൽ ഫോണിൽ വിളിക്കുമ്പോൾ ഇങ്ങനൊന്നും അല്ലല്ലോ ഇവൻ വന്ന് സംസാരിക്കുന്നത്. ഇവൻ ഭയങ്കര നിരപരാധിയാണ്. ഈ ഒരു പെൺകുട്ടിയുടെ പേരിൽ അവൻ കേസ് കൊടുത്തിട്ടുണ്ട്. ഇത് ആര് പറയുന്ന സത്യം, ആര് പറയുന്ന കള്ളത്തരം?
എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഫസ്മിനെ ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്, എന്നാൽ ഫസ്മിനെയും ഈ പറയുന്ന യവനും തമ്മിൽ കഴിഞ്ഞ ഡിസംബറിൽ ഒരുമിച്ച് ഇവർ രണ്ടുപേരും കണ്ടിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനൊന്നും ഒരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ ഇതുവരെയും ഫസ്മിനയുടെ ഭാഗത്ത് നിന്ന് എവിടെയും തന്നിട്ടില്ല. ഇതിപ്പോൾ ഒരു വട്ടം വന്ന് പറയും അവൻ കള്ളനാണ്, പിന്നെ വന്ന് പറയുന്ന അവൻ നല്ലവനാന്നൊക്കെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? നിങ്ങളെയൊക്കെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഇപ്പോൾ ഫസ്മിനയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഫസ്മിനെ ഒരു പരമ്പരയായിട്ട് അങ്ങ് ഇട്ടുകൊണ്ടിരിക്കുക. ഇവൻ്റെ കേസ് ഇവൻ്റെയൊക്കെ പേര് കൊണ്ടുവന്ന് കംപ്ലയിൻറ്റ് കൊടുക്കണം. സ്ത്രീകൾ ഇതുപോലത്തെ ഉള്ള പരാതികൾ കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോലീസുകാർ കേസെടുക്കും. എനിക്കറിയത്തില്ല, പക്ഷേ ദയവ് ചെയ്ത് സെബിലിൻ്റെ കൂടെ പോകുന്ന പെൺപിള്ളേരുണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ സമ്മതിക്കാണ്ടിരിക്കുക. ഇറ്റ്സ് ഇത് ഓക്കെ, ഞാൻ പ്രിക്കോഷനായിട്ട് പറഞ്ഞതുള്ളൂ, പിന്നെ നിങ്ങളുടെ ഇഷ്ടം. ഇവൻ ഈ കുട്ടിയോട് പറയുകയാണ് അവൻ്റെ ഫ്രണ്ടായിട്ട് അവൻ സെക്ഷലി പോയി ഇവളെ ആലോചിച്ചിട്ടെന്ന്. അതായത് ഗേൾ ഫ്രണ്ടിനെ ആലോചിച്ചിട്ട് വേറെ ആളുടെ കൂടെ സെക്സ് ചെയ്തു. ഇത്രയും കഴപ്പം മൂത്തൊരു വ്യക്തി കേരളത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യുക. അങ്ങനെ ഒരു വ്യക്തിയുടെ കൂടെയാണ് ഫസ്മിനെ എത്ര നാൾ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ അന്നേ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരു ചെറുക്കനെ പരിചയപ്പെടുമ്പം അവൻ എന്താണ്, അവൻ്റെ ഹിസ്റ്ററി എന്താണെന്ന് ആദ്യമേ പഠിക്കുക. അതിനുശേഷം ഈ പ്രേമം കാര്യങ്ങളെന്ന് പറയുന്നതിനകത്തോട് ചാടി ഇറങ്ങുക. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ സ്വന്തം ജീവിതം വെച്ച് കളിക്കുന്ന കളിയാണ് അതൊക്കെ. അതിലൊന്നും പറയാനില്ല. നിങ്ങളുടെയൊക്കെ വീട്ടുകാരുടെ അവസ്ഥ ആലോചിക്കുമ്പോഴേ അതിലും വലിയ. കാരണം ഞാൻ എഴുതി ഒപ്പിട്ട് തരാം, ഇത്രയും കഴപ്പം മൂത്തൊരു വ്യക്തി കേരളത്തിൽ വേറെ ഉണ്ടാവത്തില്ല. ഇതിനെ വെല്ലുവിളിക്കാൻ ഒരു യുവാവ് എനിക്ക് തോന്നില്ല പറ്റുമെന്ന്. കാരണം അത്രയും തന്തയില്ലായ്മ തരം എന്ന് പറഞ്ഞാൽ പോലും അത് വളരെ കുറഞ്ഞു, അത് മാന്യമായി പോകും. അത് ഇത്രയൊക്കെ അറിഞ്ഞു വെച്ചിട്ടാണ് അവൻ്റെയൊക്കെ കൂടെ പോയി ജീവിച്ചത്. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. ഇതിൽ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും ആ റിഫ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിക്ക് ഒരു നീതി കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവൻ്റെ ക്യാരക്ടർ ഏകദേശം എക്സ്പോസ്ഡായി, ഈ മെഹനാസ് എന്ന് പറയുന്നവൻ്റെ. ആ കാര്യം ലിറ്ററലി ഇവനൊക്കെ സത്യം പറഞ്ഞാൽ ഈ ഒരു അവസരവും മുതലെടുത്ത് കാശുണ്ടാക്കാൻ വേണ്ടി നോക്കുന്നു. പിന്നെ പബ്ലിക്കിൻ്റെ മുന്നിൽ ഇതൊക്കെ എന്ത് വലിയ ക്രെഡിറ്റ് ആയിട്ടുള്ള രീതി ഇവനൊക്കെ വിളിച്ച് പറയാൻ നോക്കുന്നു. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഇനിയെങ്കിലും ദൈവത്തെ ഓർത്ത് പെൺകുട്ടികളൊന്നും ഇങ്ങനെയുള്ള വിവരം കെട്ടവന്മാരുടെ ഒന്നും പുറയിലൊന്നും ഇറങ്ങിത്തിരിക്കരുത്. നിങ്ങൾക്കൊക്കെ നല്ലൊരു ലൈഫുണ്ട്, ആ ലൈഫൊന്നും കൊണ്ടുപോയി സ്പോയിൽ ചെയ്യരുത്. റീലും റിയാലിറ്റിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരു 10-30 സെക്കൻഡ് റീല് കാണുമ്പോഴത്തേക്ക് അത് ഭയങ്കര സംഭവമാണെന്നും അത് അവൻ കിടിലമായിരിക്കും സംഭവമാണെന്നും പറഞ്ഞ് ഇവൻ്റെയൊക്കെ പുറകെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളായിരിക്കും നടക്കാൻ പോകുന്നത്. എന്തായാലും ഇതിൻ്റെയൊക്കെ കൂടുതൽ അപ്ഡേറ്റ് ഖാദർ കരിപ്പുടിയുടെ ചാനലിനകത്ത് ഇടുമെന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.